യഥാർത്ഥത്തിൽ എന്താണ് നിലവിലെ PSC നിയമനത്തിലെ ആ ഭീകര തട്ടിപ്പ്? എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? സംഗതി വളരെ ലളിതമാണ്. തമിഴ്നാട്ടിലെ ഭാരതീയ സർവകലാശാലയുടെ വിദൂര വിദ്യാഭ്യാസം വഴി 2015 അധ്യയന വർഷം മുതൽ നൽകിയിട്ടുള്ള ഒരു ഡിഗ്രി യോഗ്യതയ്ക്കും UGCയുടെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ബ്യൂറോയുടെ ഔദ്യോഗിക അംഗീകാരമില്ല. ഇത് ഞാൻ പറയുന്നതല്ല, സാക്ഷാൽ കേരള PSC തന്നെ അവരുടെ ആഭ്യന്തര അന്വേഷണത്തിലൂടെ കൃത്യമായി കണ്ടെത്തിയ കാര്യങ്ങളാണ്. ഈ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ 2025 സെപ്റ്റംബർ 25-ന് PSC ചെയർമാൻ കടുപ്പത്തിലൊരു ഉത്തരവ് പുറപ്പെടുവിച്ചു. ഉത്തരവിലെ ഉള്ളടക്കം ഇതായിരുന്നു: 2015 മുതൽ ഭാരതീയ സർവകലാശാല നേരിട്ട് നടത്തുന്ന വിദൂര വിദ്യാഭ്യാസ കോഴ്സുകൾക്ക് UGC അംഗീകാരമില്ലെന്ന വിവരം PSCയിലെ എല്ലാ റിക്രൂട്ട്മെന്റ് വിഭാഗങ്ങളും നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണമെന്ന്. ഇനി മുതൽ ഉദ്യോഗാർത്ഥികളുടെ വിദൂര വിദ്യാഭ്യാസ യോഗ്യതകൾ പരിശോധിക്കുമ്പോൾ UGCയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് നോക്കി കോഴ്സിന് അംഗീകാരമുണ്ടെന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രമേ ജോലിക്ക് പരിഗണിക്കാവൂ. കേൾക്കുമ്പോൾ വിപ്ലവകരമായ മാറ്റം എന്നൊക്കെ തോന്നാം, അല്ലേ? ഉദ്യോഗാർത്ഥികളുടെ നന്മ മാത്രം ആഗ്രഹിക്കുന്ന PSC. പക്ഷേ ഇവിടെയാണ് കളിയിരിക്കുന്നത്. ഇത്രയും പ്രധാനപ്പെട്ട ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികളുടെ ജീവിതത്തെ ബാധിക്കുന്ന ഒരു ഉത്തരവ് പുറത്തിറങ്ങിയിട്ട് അത് പൊതുജനങ്ങൾക്ക് കാണാൻ പാകത്തിൽ വെബ്സൈറ്റിൽ ഒരു പൊതു നോട്ടീസായി പ്രസിദ്ധീകരിക്കാൻ നമ്മുടെ മഹത്തായ PSC തയ്യാറായില്ല. എന്തൊരു സുതാര്യത, അല്ലേ? നമ്മുടെ മുൻ സർക്കാർ പിണറായി സർക്കാരിന്റെ കാലത്താണ് ഈ മഹത്തായ ഫയൽ കൂടുതൽ അരങ്ങേറിയത്. ജനങ്ങളുടെ സർക്കാർ, തൊഴിലന്വേഷകരുടെ സർക്കാർ എന്നൊക്കെ കേൾക്കാൻ എന്ത് രസമാണ്. യുവജനങ്ങൾക്ക് തൊഴിൽ നൽകാൻ രാത്രിയും പകലും കഷ്ടപ്പെടുന്നു എന്ന് അവകാശപ്പെട്ടവർ അണിയറയിൽ ചെയ്തത് എന്താണെന്ന് നോക്കൂ. വിവരാവകാശ നിയമം സെക്ഷൻ 4 അനുസരിച്ച് പൊതുജനങ്ങളെയും സാധാരണക്കാരായ ഉദ്യോഗാർത്ഥികളെയും നേരിട്ട് ബാധിക്കുന്ന ഇത്തരം സുപ്രധാന തീരുമാനങ്ങളും ഉത്തരവുകളും ഗവൺമെന്റ് അല്ലെങ്കിൽ ഭരണഘടനാ സ്ഥാപനങ്ങൾ സ്വമേധയാ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കാൻ നിയമപരമായി ബാധ്യസ്ഥരാണ്. പക്ഷേ നമ്മുടെ അധികാരികൾ വിചാരിച്ചു കാണും, ഈ വിവരമെങ്ങാൻ പുറത്തുവിട്ടാൽ അംഗീകാരമില്ലാത്ത സർട്ടിഫിക്കറ്റും വെച്ച് റാങ്ക് ലിസ്റ്റിൽ കയറി പറ്റാൻ നോക്കുന്ന നമ്മുടെ സ്വന്തക്കാരും ബന്ധുക്കളും ഒക്കെ പുറത്താകില്ലേ എന്ന്. പാവങ്ങൾ രക്ഷപ്പെട്ടു പൊക്കോട്ടെ എന്ന്. അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ ഒളിച്ചുകളി? ഒന്ന് കോമൺ സെൻസ് വെച്ച് ആലോചിച്ച് നിങ്ങൾ തന്നെ ഒരു ഉത്തരം കണ്ടുപിടിക്കൂ. ഒരു ഉദ്യോഗാർത്ഥി അറിവില്ലായ്മ കൊണ്ട് ഈ കോഴ്സിന് ചേർന്ന് പണം കളഞ്ഞ് പഠിച്ച് പരീക്ഷയൊക്കെ എഴുതി ജയിച്ചു വരുമ്പോൾ PSC പറയും, അയ്യോ ഇതിന് അംഗീകാരമില്ല എന്ന്. ഇത് മുൻകൂട്ടി വെബ്സൈറ്റിൽ ഇട്ടിരുന്നെങ്കിൽ എത്രയോ ഉദ്യോഗാർത്ഥികളുടെ പണവും സമയവും ലാഭിക്കാമായിരുന്നു. പക്ഷേ അധികാരികൾക്ക് ഉദ്യോഗാർത്ഥികളുടെ സമയത്തെക്കാളും ഭാവിയെക്കാളും വിലപ്പെട്ടത് മറ്റെന്തൊക്കെയോ ആണ്. ഈ രഹസ്യം ഒടുവിൽ പുറത്തു കൊണ്ടുവന്നത് ആരാണെന്നറിയോ? സുപ്രീം കോടതിയിലെ ഹർജിക്കാരനും വിവരാവകാശ പ്രവർത്തകനുമായ അമൽ എന്ന വ്യക്തിയാണ്. ഉദ്യോഗാർത്ഥികൾ നടത്തിയ നിരന്തരമായ വിവരാവകാശ അന്വേഷണങ്ങളിലൂടെയും പരാതികളിലൂടെയുമാണ് PSC ഓഫീസിനുള്ളിലെ ഈ രഹസ്യനിധി വെളിച്ചം കണ്ടത്. 2026 ഫെബ്രുവരി 12-ന് PSC ജോയിന്റ് സെക്രട്ടറി പരാതിക്കാർക്ക് ഔദ്യോഗിക Gmail വഴി അയച്ച മറുപടിയിൽ എഴുതി തന്നിരിക്കുകയാണ്: സ്പെഷ്യൽ റൂളിലെ വ്യവസ്ഥകൾക്ക് വിധേയമായി UGC അറിയിപ്പുകളും വെബ്സൈറ്റും പരിശോധിച്ച് മാത്രമേ ഇത്തരം കോഴ്സുകളുടെ അംഗീകാരം ഉറപ്പുവരുത്തുള്ളൂ. എങ്ങനെ? അതായത് ഉത്തരവിറങ്ങി 10 മാസം കഴിഞ്ഞിട്ടും ഇത് വെബ്സൈറ്റിൽ വരാത്തതിനെ കുറിച്ച് വീണ്ടും വിവരാവകാശ അപേക്ഷ നൽകിയപ്പോൾ PSC നൽകിയ മറുപടി എന്താണെന്നോ? ഈ വിവരം PSCയിലെ എല്ലാ റിക്രൂട്ട്മെന്റ് വിഭാഗങ്ങളെയും കത്ത് വഴിയും KPSC ഡോക്യുമെന്റ് മാനേജർ എന്ന കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ വഴിയും അറിയിച്ചിട്ടുണ്ട് എന്ന്. എന്തൊരു അടിപൊളിയായ മറുപടി! അതായത് PSC ഓഫീസിനുള്ളിൽ ഇരിക്കുന്ന ക്ലർക്കിനും ഉദ്യോഗസ്ഥർക്കും എല്ലാം അറിയാം. പക്ഷേ പരീക്ഷ എഴുതുന്ന പാവം ഉദ്യോഗാർത്ഥി മാത്രം ഇതറിയാൻ പാടില്ല. അവൻ ഇരുട്ടിൽ ഇങ്ങനെ തപ്പട്ടെ. ഇതാണോ സുതാര്യത? ഇതാണോ ജനകീയ ഭരണം? ഇനി ഇതിലും രസകരമായ മറ്റൊരു വശം കൂടിയുണ്ട്. ഈ ഉത്തരവിനെ കുറിച്ച് നേരിട്ട് ഓഫീസിലേക്ക് ഫോൺ വിളിച്ച് ചോദിച്ച് പാവം ഉദ്യോഗാർത്ഥികളോട് PSC ഉദ്യോഗസ്ഥർ പെരുമാറിയത് തികച്ചും അപമര്യാദയായിട്ടാണ്. അഹങ്കാരത്തിന്റെ ആൾരൂപങ്ങളായ ചില ഉദ്യോഗസ്ഥർ ഉദ്യോഗാർത്ഥികളോട് പറഞ്ഞത് എന്താണെന്നറിയോ? ഇത് PSC പുറത്തിറക്കിയ ഉത്തരവല്ല. നിങ്ങൾ പഠിക്കാൻ പോകുന്ന സർവകലാശാലയുടെ വെബ്സൈറ്റിൽ നോക്കി അംഗീകാരം ഉണ്ടോ എന്ന് സ്വയം പരിശോധിക്കണമെന്ന്. എന്തൊരു അന്തസ്സുള്ള തള്ളൽ! ഏതൊരു സർവകലാശാലയുടെയും വിദൂര വിദ്യാഭ്യാസ കോഴ്സുകളുടെ അംഗീകാരം പരിശോധിക്കേണ്ടത് കേന്ദ്ര ഗവൺമെന്റിന്റെ അഥവാ UGC സൈറ്റിലാണെന്ന പ്രാഥമിക വിവരം പോലും ഈ കസേരയിൽ ഇരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കില്ലേ? അതോ അറിഞ്ഞിട്ടും ചോദ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടാൻ വേണ്ടി ഓരോന്നിങ്ങനെ വെട്ടിത്തുറന്ന് പറയുന്നതാണോ? ബോധപൂർവം ഉദ്യോഗാർത്ഥികളെ വഴിതെറ്റിക്കുകയാണോ? ചോദ്യങ്ങൾ മുറുകുമ്പോൾ ഫോൺ കട്ട് ചെയ്ത് ഓടുന്നത് ഇവിടുത്തെ ചില ഉദ്യോഗസ്ഥർ പതിവാക്കിയിരിക്കുകയാണ്. അത് മറ്റൊരു കാര്യം. നിങ്ങൾ ശമ്പളം വാങ്ങുന്നത് ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്നാണെന്ന ബോധം പോലും ഇവർക്കില്ലാതെ പോകുന്നു. ഈ വിഷയം വെറും ഒരു കത്തൊളിപ്പിച്ച് വെക്കലിൽ ഒതുങ്ങുന്നതല്ല. ഇതിന് പിന്നിൽ വലിയൊരു ഭരണഘടനാ പ്രതിസന്ധി തന്നെയുണ്ട്. UGC ചട്ടങ്ങൾ പാലിക്കുന്നതുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പുറപ്പെടുവിച്ചിട്ടുള്ള മുൻകാല വിധികൾ പരിശോധിച്ചാൽ നമുക്ക് കാര്യം കൂടുതൽ വ്യക്തമാകും. ഇന്ത്യൻ ഭരണഘടനയുടെ യൂണിയൻ ലിസ്റ്റ് പ്രകാരം രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസ നിലവാരം നിശ്ചയിക്കാനുള്ള പൂർണ്ണ അധികാരം
കേന്ദ്ര സർക്കാരിനും UGCക്കുമാണ്. സംസ്ഥാന സർക്കാരിന്റെ സ്പെഷ്യൽ റൂളുകളോ ഉത്തരവുകളോ UGC ചട്ടങ്ങൾക്ക് വിരുദ്ധമാണെങ്കിൽ സുപ്രീം കോടതി അവ പുല്ലുപോലെ തള്ളിക്കളയും. നമ്മൾ കേരളത്തിൽ തന്നെ കണ്ടതാണ്. കേരളത്തിലെ ഡിജിറ്റൽ സർവകലാശാല, സാങ്കേതിക സർവകലാശാല എന്നിവിടങ്ങളിലെ VC നിയമനങ്ങളും വിവിധ കോളേജ് പ്രൊഫസർ നിയമനങ്ങളും UGC ചട്ടലംഘനത്തിന്റെ പേരിൽ മാത്രം സുപ്രീം കോടതി റദ്ദാക്കിയത്. അത്രത്തോളം കടുപ്പമാണ് സുപ്രീം കോടതിയുടെ നിലപാട്. ഇനി ആലോചിച്ച് നോക്കൂ, UGC മാനദണ്ഡങ്ങൾ പാലിക്കാതെ ഈ അംഗീകാരമില്ലാത്ത ഭാരതീയർ സർവകലാശാലയുടെ സർട്ടിഫിക്കറ്റും വെച്ച് ആരെങ്കിലും PSC റാങ്ക് ലിസ്റ്റിൽ കയറി ജോലിയിൽ പ്രവേശിച്ചാൽ എന്താകും സംഭവിക്കുക? ഭാവിയിൽ കോടതി ഇത് കണ്ടെത്തിയാൽ ആ നിയമനം തുടക്കം മുതലേ തന്നെ അസാധുവായി കണ്ട് സുപ്രീം കോടതി റദ്ദാക്കും. ആ വ്യക്തി എത്ര വർഷം ജോലി ചെയ്തു എന്നതോ അവർക്ക് കുടുംബമുണ്ടെന്നോ ഒന്നും കോടതി പരിഗണിക്കാറില്ല. ഫലം എന്തായിരിക്കും? ഒരു വ്യക്തിയുടെ അയോഗ്യത കാരണം ആ റാങ്ക് ലിസ്റ്റ് മൊത്തമായിട്ട് കോടതി റദ്ദാക്കുന്ന സാഹചര്യം ഉണ്ടാകും. അത് യോഗ്യരായ ആയിരക്കണക്കിന് മറ്റ് ഉദ്യോഗാർത്ഥികളുടെ കൂടി ജീവിതമാണ് തകർക്കുന്നത്. സംസ്ഥാനത്തെ വലിയൊരു തൊഴിൽ പ്രതിസന്ധിക്കും ഭരണഘടനാ തകരാറിനും ഇത് കാരണമാകും. ഈ സാഹചര്യത്തിലാണ് ഉദ്യോഗാർത്ഥികൾ ഇപ്പോൾ PSC ചെയർമാനും ജോയിന്റ് സെക്രട്ടറിക്കും ഔദ്യോഗികമായി പരാതി നൽകിയിരിക്കുന്നത്. അത് മാത്രമല്ല, ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ വിജിലൻസിനും പരാതി പോയിട്ടുണ്ട്. ഇവിടെയാണ് നമ്മൾ സംശയിക്കേണ്ടത്. അർഹതയില്ലാത്ത, അംഗീകാരമില്ലാത്ത കോഴ്സുകൾ പഠിച്ച ചില പ്രത്യേക ആളുകളെ റാങ്ക് ലിസ്റ്റുകളിൽ തിരികെ കയറ്റാൻ ഉദ്യോഗസ്ഥ തലത്തിൽ വല്ല ഒത്തുകളിയും നടന്നിട്ടുണ്ടോ എന്ന്. ബാക്ക്ഡോർ എൻട്രികൾ സുഗമമാക്കാൻ വേണ്ടിയാണോ ഈ ഉത്തരവ് വെബ്സൈറ്റിൽ ഇടാതെ പൂഴ്ത്തിവെച്ചത് എന്ന്. കഷ്ടപ്പെട്ട് പഠിക്കുന്ന സാധാരണക്കാരൻ്റെ നെഞ്ചത്തടിച്ച് പണവും സ്വാധീനവും ഉള്ളവർക്ക്, ചെങ്കൊടി കയ്യിലേന്തിയവർക്ക് വഴിവിട്ട് സഹായം ചെയ്യാനാണോ ഈ നീക്കം? ഇതിനൊക്കെ മറുപടി നൽകേണ്ട ബാധ്യത PSCക്കുണ്ട്. എന്തായാലും ഈ ഒരു വിഷയത്തെ നിങ്ങളിപ്പോൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമൻറ്റ് ചെയ്യൂ. മറ്റൊരു വാർത്തയും വിഷയവുമായി വീണ്ടും എത്തും വരെ നന്ദി.